നമസ്കാരം. ഇന്നത്തെ വിഷയം വളരെ വ്യത്യസ്തത ആർന്നതാണ്. കാരണം നമ്മൾ സാധാരണഗതിയിൽ കഴിക്കുന്ന ചില ഭക്ഷണ സാധനങ്ങൾ അതിൻ്റെ കോമ്പിനേഷൻ തെറ്റിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു പോഷകവും കിട്ടില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ. അതായത് ഫോർ എക്സാമ്പിൾ ഒരെണ്ണം ഞാൻ പറയാം. നമ്മൾ പാല് കുടിക്കും. എല്ലാവരും ഇപ്പോൾ പാല് കുടിക്കരുതെന്ന് പറഞ്ഞാലും പാല് കുടിക്കും ആൾക്കാർ, എനിക്കറിയാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു അയൺ ടാബ്ലറ്റോ അല്ലെങ്കിൽ ഒരു ടോണിക്കോ, പാല് കൊടുത്തതിന് ശേഷമാണ് കൊടുക്കുന്നത്, അയൺ ടോണിക്ക് കൊടുക്കും. എങ്ങനെ ഇരിക്കും? ഒരു ഗുണവും കിട്ടില്ല. കാരണം ഈ അയൺ ടോണിക്കില്ലേ, അതിനകത്തുള്ള ഈ അയൺ കണ്ടൻറ്റും ഈ കാൽസ്യം പാലിനകത്ത് കാൽസ്യം ഉണ്ട്. ഇത് രണ്ടും കൂടെ ജോയിൻ്റ് ആവും. കാൽസ്യം ഒരു സോൾട്ട് ഉണ്ടാവും. ഇത് വെച്ചിട്ട് അയണും കിട്ടില്ല, കാൽസ്യവും കിട്ടില്ല. ഇത് രണ്ടും കൂടെ മൂത്രത്തിൽ കൂടെ പോകും. മനസ്സിലായോ? അത് അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ, അത് റോങ് കോമ്പിനേഷനാണ്. ഒരിക്കലും പാല് കൊടുക്കുന്ന സമയത്ത് അതിനോടൊപ്പം അയൺ സപ്ലിമെൻറ്റ് ഇങ്ങനെയുള്ള ടോണിക്കുകൾ കൊടുക്കാൻ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ പാലിനകത്തിരിക്കുന്ന കാൽസ്യം അബ്സോർബ് ചെയ്യാനും അല്ലെങ്കിൽ അയൺ നമ്മളിപ്പം ടോണിക്ക് കൊടുക്കുന്നു, അത് രണ്ട് സമയം വേണം കൊടുക്കാൻ. ഒന്ന് രാവിലെ ഇപ്പം പാല് കൊടുക്കുന്നു, ഉച്ച ആകുമ്പോഴത്തേക്ക് അയൺ ടോണിക്ക് കൊടുക്കാം. അപ്പോൾ പാലിൻ്റെ അയൺ അബ്സോർബ് ചെയ്യാനും വൈറ്റമിൻ സി വളരെ നല്ലതാണ്. അപ്പോൾ അതിനോടൊപ്പം ഒരു പഴം കൊടുത്തു നോക്കൂ, പാലിനോടൊപ്പം ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെയാണ് ഈ അയൺ സപ്ലിമെൻറ്റിന് നമ്മൾ ടോണിക്ക് കൊടുക്കുമല്ലോ, അതിൻ്റെ കൂടെയും ഒരു വൈറ്റമിൻ സി കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ അബ്സോർപ്ഷനാണ്. ഏറ്റവും നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ അത് പിടിക്കും. മനസ്സിലായോ? അപ്പം വൈറ്റമിൻ സപ്ലിമെൻ്റ് എന്ന് ഞാൻ എപ്പോഴും പറയുന്ന കുറച്ചൊരു നാച്ചുറൽ സപ്ലിമെൻ്റ് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ രീതിയിലേക്ക് വേണം നമ്മൾ ഇതിപ്പോൾ ഒരു റോങ് കോമ്പിനേഷൻ, ഇത് മനസ്സിലായി, ഇതൊരെണ്ണം. ഇനി അടുത്തത് മറ്റൊന്നെന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്സ് കഴിക്കും. ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നത് നമുക്ക് അസുഖം വരുമ്പോഴാണ്. പക്ഷേ അതിനോടൊപ്പം ഒരു പ്രോബയോട്ടിക്സും കൂടെ കഴിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആൻറ്റിബയോട്ടിക്സും അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററിയും മെഡിസിൻസും ഒക്കെ തന്നെ നമ്മളുടെ വയറിനകത്തുള്ള, ഞാൻ എപ്പോഴും പറയുന്ന നല്ല ബാക്ടീരിയ അറിയാമല്ലോ എന്താണ്? മൈക്രോഫ്ലോറ എന്ന് എപ്പോഴും ഞാൻ പറയത്തില്ലേ, മൈക്രോബ്സ്, ഗട്ട് മൈക്രോബ്സ്, ഇവ എല്ലാം നശിപ്പിച്ച് കളയുന്നതാണ് ആൻറ്റിബയോട്ടിക്സ്. അങ്ങനെയാണ്. അത് കെമിക്കൽസ് അല്ലേ, എപ്പോഴും ഞാൻ പറയുന്നത് കെമിക്കൽ എൻട്രിയാണ് അതിന് കുഴപ്പം. അത് കംപ്ലീറ്റ് ഒറ്റ കോശാണുക്കളാണ്. അത് നമ്മുടെ ശരീരത്തിൻ്റെ 95% പ്രവർത്തനത്തെയും കൺട്രോൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് നശിച്ചു പോയാൽ എങ്ങനെ ഇരിക്കും? കോൺസ്റ്റിപ്പേഷൻ, അതല്ലെങ്കിൽ ഡയറിയ, അതല്ലേ വയറിളക്കം ഒക്കെ വരത്തില്ലേ? പലപ്പോഴും നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് കഴിച്ച് കഴിഞ്ഞാൽ വായിലൊക്കെ പുണ്ണ് വരിക, വയറിനകത്ത് എരിച്ചിൽ വരിക, വയറിളകുക, അല്ലെങ്കിൽ മലം മുറുക, ഇവയെല്ലാം പ്രതിഭാസങ്ങളുണ്ട്. അപ്പം പ്രോബയോട്ടിക്സ് അതിനോടൊപ്പം കൊടുത്താൽ മതി. ഇപ്പം സാധാരണ ഇത് ന്യൂട്രോളിൻ ബി അല്ലെങ്കിൽ ലാക്ടോബാസില്ലസ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ പ്രോബയോട്ടിക്സ് ഉണ്ട്. അത് അതിനോടൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിന് അവർക്കാണ് ഞാൻ ഈ സോർക്രാറ്റും പിക്കിൾഡ് വെജിറ്റബിളും ഒക്കെ പറയുന്ന അത് കഴിക്കാവുന്നതാണ്. പിന്നെ ഇപ്പം പാലും നമ്മൾ അയൺ ടോണിക്കും പറഞ്ഞല്ലോ, അത് നാച്ചുറലായിട്ട് കിട്ടത്തക്ക ഒരു കാര്യം പറയാം വളരെ ഫാസ്റ്റായിട്ട്. നിങ്ങൾ കുറച്ച് ഡേറ്റ്സ്, അതുപോലെ ഏത്തപ്പഴം, ഞാൻ എപ്പോഴും പറയത്തില്ല, ഏത്തപ്പഴവും ഡേറ്റ്സും ഈന്തപ്പഴവും അതിനോടൊപ്പം കുറച്ച് നട്ട്സും അതോടൊപ്പം കുറച്ച് തേങ്ങാപ്പാലും ഇത്തിരി കരിപ്പട്ടിയോ ശർക്കരയോ കൂടെ ചേർത്ത് അടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഏതൊരു ടോണിക്കിനെ വെല്ലുവിളിക്കുന്ന ന്യൂട്രീഷൻ്റെ കലവറയാണിത്. മനസ്സിലായോ? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തേങ്ങാപ്പാലാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. മാത്രമല്ല, ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഈ കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് വൈറ്റമിൻ സി ഉണ്ട്. മനസ്സിലായോ? അങ്ങനത്തെ ഒരു കോമ്പിനേഷനാണത്. അപ്പോൾ അതിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. മാത്രമല്ല, ബെറ്റർ അബ്സോർപ്ഷൻ ആയിരിക്കും. കാരണം ഇതെല്ലാം നാച്ചുറൽ പ്രോഡക്ട്സാണ്. നമ്മൾ അയൺ സപ്ലിമെൻറ്റ് മേടിച്ച് കഴിക്കുന്ന പോലല്ല, ഇത് നാച്ചുറൽ പ്രോഡക്ട്സാണ്. അപ്പോൾ ശരീരത്തിലേക്ക് വളരെ ഫാസ്റ്റായിട്ടത് ആഗീകരണം ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോമ്പിനേഷനിലേക്ക് വേണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടതും. അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ഡി വിത്ത് മാഗ്നീഷ്യം. നമ്മളെപ്പോഴും വൈറ്റമിൻ ഡി ഇപ്പം പലപ്പോഴും ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് വൈറ്റമിൻ ഡി കുറവാണ്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് വൈറ്റമിൻ ഡി വാങ്ങിക്കുന്നത്. അതങ്ങനെ തന്നെയാണ് മാർഗം. അപ്പോൾ ഈ
കഴിക്കുന്ന മീൻ, ഇറച്ചി, മുട്ട ഇതിനകത്തൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാകാനുള്ള ശരിക്കും കൊളസ്ട്രോളും സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് നമുക്ക് വൈറ്റമിൻ ഡി ലിവറിൽ ഉൽപ്പാദിപ്പിക്കും. ഇപ്പം ലിവറിന് കുഴപ്പമായിട്ടിരിക്കുക, അതുകൊണ്ടാണ് റെഡിമെയ്ഡായിട്ട് വൈറ്റമിൻ ഡി കഴിക്കേണ്ടി വരുന്നത്. പക്ഷേ വൈറ്റമിൻ ഡി മാത്രമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ മഗ്നീഷ്യവും കൂടെ അതിനോടൊപ്പം വേണം. അതോടൊപ്പം തന്നെ ഫാറ്റ് സോലുബിളാണ്, അതായത് ഈ കൊഴുപ്പിൽ കൂടെ ഇത് അബ്സോർബ് ചെയ്യുള്ളൂ, ശരീരത്തിലേക്ക് ആഗീകരണം ചെയ്യുള്ളൂ. അപ്പോൾ വൈറ്റമിൻ ഡി ആഗീകരണം ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ കഴിക്കുന്ന ലഞ്ചിനോടൊപ്പമായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ചൊരു കൊഴുപ്പുണ്ടാകും, എണ്ണ കാണുമല്ലോ, അപ്പോൾ അത് അബ്സോർപ്ഷൻ വരും. അതോടൊപ്പം നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് മഗ്നീഷ്യം വേണം. അപ്പോൾ മഗ്നീഷ്യം വിത്ത് വൈറ്റമിൻ D3 എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ട്, ഇപ്പം കമ്പനിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒന്നിൽ അങ്ങനെ കഴിക്കാം. അതല്ല എങ്കിൽ ലഞ്ച് കഴിക്കുന്ന സമയത്ത് വൈറ്റമിൻ ഡി കഴിക്കുമ്പോൾ അതോടൊപ്പം മഗ്നീഷ്യം കൂടുതലുള്ള ഇലക്കറികൾ, നമ്മുടെ മുരിങ്ങയില ഏറ്റവും ബെസ്റ്റാണ്. മഗ്നീഷ്യം നന്നായിട്ടുണ്ട്. മഗ്നീഷ്യം ക്ലോറോഫിലിൻ്റെ സെൻറ്ററിലിരിക്കുന്ന ഒരു മിനറൽ. അപ്പോൾ ഈ മിനറൽ നമ്മളുടെ എല്ലാ ഇലക്കറികളിലും ഉണ്ട്, പിന്നെ നമ്മളുടെ നട്ട്സിലുണ്ട്, അതുപോലെ തന്നെ വളരെയധികം ഇങ്ങനെയുള്ള വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ഇപ്പം ഉച്ചയ്ക്കാകുമ്പം നമ്മൾ നല്ലോണം കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ ഇലക്കറികൾ ചേർക്കുക. കറിവേപ്പില, മുരിങ്ങയില, ചീരയില ഒക്കെ ചേർന്നിട്ടുള്ളൊരു ഭക്ഷണം അതിനോടൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ മഗ്നീഷ്യവും കിട്ടും, വൈറ്റമിൻ ഡിയും അബ്സോർബ് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് പിടിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉള്ളത് മറ്റൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. റോങ് ആയിട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ചില ആൻറ്റിബയോട്ടിക്കുകൾ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. അത് ഭക്ഷണത്തിന് ശേഷം കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ പിടിക്കില്ല. ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. റോക്സിത്രോമൈസിൻ, അസിത്രോമൈസിൻ എപ്പോഴും ഭക്ഷണത്തിന് 1 മണിക്കൂറിന് മുന്നേ കഴിക്കണം. അതുപോലെ തൈറോക്സിൻ, അതെല്ലാവർക്കും അറിയാം. തൈറോക്സിൻ നേരം വെളുത്ത ആദ്യം വെള്ളവുമായിട്ട് ഒരു തൈറോക്സിൻ ഗുളിക കഴിക്കുന്ന ഒരു ജനതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നടക്കുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇത് ഭക്ഷണവുമായിട്ട് മിക്സപ്പായി അത് ശരീരത്തിലേക്ക് ബെറ്ററായിട്ട് അബ്സോർബ് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് 1 മണിക്കൂറിന് മുന്നേ ഈ പറയുന്ന ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കണമെന്ന് പറയുന്നത്. ഓക്സി ടെട്രാസൈക്ലിൻ അങ്ങനെയാണ് കഴിക്കേണ്ടത്, മറ്റൊരു ഫ്ലൂക്കോക്ലോക്സാസിലിൻ അങ്ങനെയാണ് കഴിക്കേണ്ടത്. അങ്ങനെ ഒരു ഡിവിഷൻ തന്നെയുണ്ട്. പിന്നെ സിപ്രോഫ്ലോക്സാസിനൊക്കെ ഓൺ ഓർ ബിഫോറായിട്ട് കഴിക്കാം, ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലും കഴിക്കാം, ജസ്റ്റ് ബിഫോറായിട്ടും കഴിക്കാം. അതുപോലെ തന്നെയാണ് പല ആൻറ്റി ഡയബറ്റിക് മെഡിക്കേഷൻസും, അതായത് പ്രമേഹത്തിനുള്ള ചില മരുന്ന്, അത് ചിലത് മുന്നേ കഴിക്കണം, ചിലത് അതിന് ശേഷം കഴിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിലേക്ക് അത് ആഗീകരണം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൽ കിട്ടും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്, അതായത് റാനിറ്റിഡിൻ, ഫമോറ്റിഡിൻ, പാൻറ്റോസിൻ എന്നൊക്കെ പറഞ്ഞുള്ള മെഡിസിൻസ് ഇല്ലേ, റാബിപ്രസോൾ, ഇവയൊക്കെ യൂഷ്വലി ആഹാരത്തിന് മുമ്പേ കഴിക്കുന്നതാണ് നല്ലത്. ആഹാരത്തിന് മുന്നേ കഴിച്ചു കഴിഞ്ഞാൽ അത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ആസിഡിറ്റി ഒന്ന് കുറയ്ക്കുകയും, അസിഡിറ്റിയെ കുറയ്ക്കുന്നതാണല്ലോ ഇതെല്ലാം, അതോടൊപ്പം നമുക്കൊരു ബെറ്റർ അബ്സോർപ്ഷൻ ഉണ്ടാവും, ആഹാരം ദഹിക്കാനൊക്കെ ആയിട്ടുള്ള ഒരവസരം അത് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉള്ള കുറേ കാര്യങ്ങൾ നമ്മളെപ്പോഴും കാൽസ്യം ടാബ് കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പാലും അയൺ ടോണിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ കാൽസ്യം ഗുളികകൾ കഴിക്കുമ്പോൾ അതിനോടൊപ്പം അയൺ ഗുളികയും ചേർത്ത് കഴിക്കാൻ പാടില്ല. അത് വളരെ റോങ് കോമ്പിനേഷനാണ്, വളരെ തെറ്റായ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അങ്ങനെ അതും കഴിക്കരുത്. അത് 2 സമയമായിട്ട് കഴിക്കുക. അപ്പോൾ രാവിലെ കാൽസ്യം കഴിക്കുകയാണെങ്കിൽ വൈകിട്ട്, നിങ്ങൾ ഇങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവരാണ്, വൈകിട്ട് അയൺ കഴിക്കുക, അല്ലെങ്കിൽ അയൺ രാവിലെ കഴിച്ച് വൈകിട്ട് കാൽസ്യം കഴിക്കുക. പിന്നെ വയറിനകത്തും വളരെയധികം എരിച്ചിൽ, ചിലർക്കാണെങ്കിൽ ടാബ്ലറ്റ് ചെല്ലുമ്പോഴേ എരിച്ചിലാണ് ഈ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സും ഇങ്ങനെയുള്ളത്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? അത് അപ്പം തന്നെ നമ്മൾ ആഹാരം കഴിക്കുന്നതിൻ്റെ കൂടെ ഇടയ്ക്കിട്ട് വിഴുങ്ങാം. അപ്പോൾ ഏകദേശം വലിയ എരിച്ചിൽ വരത്തില്ല. ആഹാരത്തിന് മുന്നേ ആഹാരത്തിന് ശേഷം ആക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻ ബിറ്റ്വീനായിട്ട് കഴിക്കാം. അത് അങ്ങനെ ആ ഒരു രീതി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള കുറേ കാര്യങ്ങൾ, ഇതൊക്കെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.